ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോറിയസ് ലോ മലയാള ടിപ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബീഫ് ഫ്രൈയുടെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഈ ബീഫിനി നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഇടാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിനി അരമണിക്കൂർ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്കിത് കുക്കറിലോട്ട് ഇടാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കുക്കർ അടച്ച് വെച്ച് 5 വിസിൽ വരുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. ബീഫിൽ വെള്ളമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ വയ്ക്കുമ്പോൾ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല. അടുത്തതായി ഞാനൊരു പാന് ഗ്യാസിൽ വയ്ക്കുകയാണ്. 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതിലോട്ട് അരമുറി തേങ്ങ നീളത്തിലരിഞ്ഞ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ആ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടണമേ. ഇനി ഞാൻ ചേർക്കുന്നത് ചുമന്നുള്ളിയാണ്. അത് ഒരു 20 എണ്ണം നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് വഴറ്റുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുത്തതായി ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മളിത് വഴറ്റാവും, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതായി നമുക്ക് 2 പച്ചമുളക് ചേർത്ത് വഴറ്റാം. അതിനുശേഷം 3 മീഡിയം സൈസിലെ സവാളയാണ് ചേർത്ത് കൊടുത്ത് നമ്മൾ വഴറ്റുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം.
അപ്പോൾ ആ സവാളയൊക്കെ ഒന്ന് എളുപ്പത്തിലൊന്ന് വഴറ്റി കിട്ടുവാനായിട്ട് സാധിക്കും. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി സവാള മൂത്ത് നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത്. മല്ലിപ്പൊടിക്ക് കുറച്ച് മൂപ്പ് ഉള്ളതുകൊണ്ടാണ് ആദ്യം തന്നെ ഇട്ട് വഴറ്റുന്നത്. മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. ഈ ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്. കുക്കറിലിരിക്കുന്ന നമ്മുടെ ബീഫ് ആ വെള്ളത്തോടു കൂടെ തന്നെ മസാലയിലോട്ട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഗ്രേവിയൊക്കെ വറ്റി ബീഫ് നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പം ഗ്രേവി എല്ലാം വറ്റിയിട്ടുണ്ട്. ഫ്രൈയിങ് പാൻ ആയതുകൊണ്ട് തന്നെ അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ബീഫിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി നമുക്ക് ഇടാവുന്നതാണ്. ഇങ്ങനെ ചേർത്താൽ നമ്മുടെ ബീഫ് ഫ്രൈക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടും.
കളറെല്ലാം മാറി തുടങ്ങി. നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായി. ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.